നിങ്ങളുടെ ഇഷ്ട പരമ്പരകൾ എക്സ്ക്ലൂസീവായി സൺ നെക്സ്റ്റ് ആപ്പിലൂടെ തികച്ചും ഫ്രീ ആയി ഇപ്പോഴേ ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. ചോദിക്കാനും പറയാനൊക്കെ ആളുണ്ടെന്ന് തോന്നുന്നു. നമ്മുടെ പണി കൂടുമല്ലോ. നമ്മുടെ ചുമ്മാ പണിയെടുക്കാന്ന്. നമസ്കാരം. 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 ഇത് ആദിത്യന്റെ വീടല്ലേ? അതെ, ഈ സെന്റ് മേരീസിൽ പഠിച്ച. അതെ. ഞങ്ങൾ അങ്ങ് ഹൈ റേഞ്ചിൽ നിന്ന് വരുവാ. ഞാൻ ലൂയിസ് പഞ്ഞക്കാരൻ. ഇതെന്റെ ഫ്രണ്ട്. ഓ, മഹാദേവൻ നമ്പടി. അല്ല, എന്താ വിശേഷിച്ച്? ആദിത്യനൊന്ന് കാണാൻ വന്ന. എന്റെ ചേട്ടായിയുടെ മോൻ സെബാന്റെ ക്ലാസ്മേറ്റ് ആയിരുന്നു ആദിത്യൻ. പറഞ്ഞ അറിയും, ഞങ്ങളുടെ സബാൻ ഈ അടുത്തിടയ്ക്ക ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയത്. മനസ്സിലായി. വരൂ, അകത്തിരുന്ന് സംസാരിക്കാം. ഇരിക്കൂ. അല്ല, ആദിത്യന്റെ അളിയന്. അല്ല, വന്ന കാര്യം പറഞ്ഞില്ല. ഞങ്ങളുടെ ചെറുക്കൻ പോയ കാര്യം പറഞ്ഞല്ലോ. അവന്റെ ഓർമ്മകൾ നിലനിർത്താൻ വേണ്ടി ചില പദ്ധതികൾ ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നുണ്ട്. ഒരു ചെറിയ മ്യൂസിയം, ഒരു അനാഥാലയം, അങ്ങനെ ചില പരിപാടികൾ. അച്ചായൻ വലിയ ചാരിറ്റിക്കാരനാ. ഏയ്, അങ്ങനെയൊന്നുമില്ല. അങ്ങനെയുണ്ട്. നമ്മളാൽ കഴിയുന്ന കൊച്ചു കൊച്ചു സഹായങ്ങൾ. ഈ നാട് മുഴുവൻ ചാരിറ്റിക്കാരാന്നേ. ഇപ്പൊ ഒറിജിനലിന് പോലെ വിലയിലേതായി അല്ലേ? അല്ല, ഞാനിപ്പോ എന്താ ചെയ്യേണ്ടത്? വല്ല ഫിനാൻഷ്യൽ കോൺട്രിബ്യൂഷനോ മറ്റോ? അങ്ങനൊന്നും പറഞ്ഞ അച്ചാന് ചെറുതാക്കി കളയല്ലേ. അച്ചാന ടൈപ്പൊന്നുമല്ല. ഞാൻ പറഞ്ഞില്ലായോ, ഒറിജിനൽ ചാരിറ്റിയാ. നല്ല 916. ഇനി വേണമെങ്കിൽ എന്തെങ്കിലും കോൺട്രിബ്യൂഷൻ അച്ചാൻ അങ്ങോട്ട് തന്നു കളയും. ഞങ്ങള് വന്നത് ആദ്യത്തിനെ കണ്ടൊരു സഹായം ചോദിക്കാനാ. എന്താ? സെബാൻ ആദ്യത്തിന് വായിക്കാൻ കൊടുത്ത കുറച്ച് ബുക്സ് ഇവിടെ ഉണ്ട്. മ്യൂസിയത്തിൽ വെക്കാൻ വേണ്ടി അതൊന്ന് തിരിച്ചു കിട്ടുമോന്ന് അറിയാൻ വേണ്ടി വന്നതാ. ഇനി അതൊക്കെയാണല്ലോ ഏക ആശ്വാസം. സബാൻ അച്ചായന്റെ ചേട്ടന്റെ മോനാണെങ്കിലും സ്വന്തം മോനെ പോലായിരുന്നു. അവന് വേണ്ടിയാ അച്ചായൻ കല്യാണം പോലും കഴിക്കാതെ ജീവിച്ചത്. അതൊക്കെ എന്നാത്തിന് ഇവിടെ പറയുന്നത്? എവിടെങ്കിലൊക്കെ ഒന്ന് പറയണ്ടേ അച്ചായൻ? അല്ല, ആദ്യത്തിനെ കണ്ടില്ലല്ലോ. അവനിവിടെ ഇല്ല. ആദിത്യന്റെ മുത്തശ്ശിയാ. മുത്തശ്ശി. ഞാൻ ലൂയിസ്. ലൂയിസ് പഞ്ഞിക്കാരൻ. ഞാൻ പാവം മഹാദേവൻ നമ്പിടി. അകത്തുനിന്ന് കേട്ടായിരുന്നു. ഓ, അകത്തുനിന്ന് കേട്ടോന്ന്. അല്ല, പറഞ്ഞ പോലെ ആദിത്യൻ ഉടനെ വരുമായിരിക്കും ഇല്ലയോ? ഇല്ല, അവനിനി 6 മാസം കഴിഞ്ഞേ വരൂ. ഡൽഹിയിൽ പഠിക്കാൻ പോയിരിക്കെ. അല്ല അല്ല, ആദിത്യൻ എന്നാ പഠിക്കാനാ പോയത്? സിവിൽ സർവീസിന്റെ കോച്ചിങ്ങിന് പോയിരിക്കെ. ഓ, അപ്പൊ കലക്ടർ ആക്കാനാ ഉദ്ദേശമല്ലയോ? അതോ IPS? ആദ്യം പാസ്സായി വരട്ടെ, എന്നിട്ട് നമുക്ക് തീരുമാനിക്കാം. സബാനെയും ഒരുപാടങ്ങ് പഠിപ്പിക്കണമെന്നായിരുന്നു അച്ഛൻ്റെ ആഗ്രഹം. എന്ത് ചെയ്യാനാ മുത്തശ്ശി, വിധി അതിനനുവദിച്ചില്ല. ഞങ്ങൾ വന്നത് മ്യൂസിയത്തിൽ വെക്കാൻ പുസ്തകത്തിന് വേണ്ടിയല്ലേ? അയ്യോ, അപ്പൊ അതും കേട്ടു ഇല്ലയോ? മുത്തശ്ശിയാണെന്നേ ഉള്ളൂ, ചെവിക്ക് തകരാറൊന്നുമില്ല. ഓ, നിങ്ങളിരിക്കൂ. മുത്തശ്ശി ഭയങ്കര കോമഡിക്കാരിയാണല്ലോ. ഞങ്ങൾക്ക് കോമഡി ഭയങ്കര ഇഷ്ടമാ ഇല്ലയോ ചേ? ഇവിടെ എങ്ങനെ സബാൻ കൊടുത്ത എന്തെങ്കിലും പുസ്തകമുള്ളതായിട്ട് ആദ്യമാൻ എന്നോട് ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എല്ലാ കാര്യങ്ങളും മുത്തശ്ശിയോട് പറയണമെന്ന് നിർബന്ധമില്ലല്ലോ. നിർബന്ധമുണ്ട്. ഞാനേ അങ്ങനെ അവനെ വളർത്തിയത്. അതെ, എന്നാലും ഒരു ചെറിയ പുസ്തകത്തിന്റെ കാര്യമൊക്കെ അങ്ങനെ പറയോ? പറയും.
അവൻ എന്നോടെല്ലാം പറയും. എന്താ പറ്റി? പെട്ടെന്ന് ഒരു നിമിഷം രണ്ട് സബാൻ ഓർത്തുപോയി. അവനും ഇങ്ങനെ തന്നെയായിരുന്നു. എന്നോട് പറയാത്തതായിട്ട് അവന്റെ ജീവിതത്തിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. അച്ഛാ ഇങ്ങനെ കറിയല്ലേ കൊച്ചു പിള്ളേരെ പോലെ. സോറി സോറി കേട്ടോ. സോറി. കഴിയുമെങ്കിൽ അവന്റെ ബുക്സ് ഒന്ന് നോക്കിയെടുത്ത് തരണം. അതിപ്പോ അവനില്ലാതെ. അയ്യോ അങ്ങനെ പറഞ്ഞു കളയല്ലേ മുത്തശ്ശി. ഞങ്ങളുടെ സഭാനോട് ഒരു ഇത്തിരി കരുണയെങ്കിലും കാണിക്കണം. പ്ലീസ്. നിങ്ങളാരും ബുദ്ധിമുട്ടണ്ട. അനുവദിച്ച ഞങ്ങൾ പോയി കണ്ടുപിടിച്ചോളാം. ഓ ആദ്യത്തിന് കൊടുത്ത ബുക്കിന്റെ പടങ്ങളൊക്കെ ദേ അവന്റെ മൊബൈലിൽ കിടപ്പുണ്ട്. ദേ ഈ ഒരു മൊബൈൽ ഫോണാ ഇപ്പൊ അച്ഛന്റെ ഏക ആശ്വാസം. ഇതേ കെട്ടിപ്പിടിച്ച ഇപ്പൊ എന്ന് ഉറങ്ങുന്നത്. പ്ലീസ് ആദിത്യന്റെ മുറിയില് ഒന്ന് അന്വേഷിക്കാൻ അനുവാദം തരണം. അല്ല അതിപ്പോ ഞങ്ങൾ തിരഞ്ഞുപിടിച്ച് കണ്ടുപിടിച്ച് വെച്ചാ പോരെ? നിങ്ങള് സൗകര്യം പോലെ ഒരു ദിവസം ഇങ്ങോട്ട് പോരെ? അയ്യോ അങ്ങനെ പറയരുത്. മ്യൂസിയത്തിന്റെ പണിയൊക്കെ ഏകദേശം അങ്ങോട്ട് തീർന്നിരിക്കുക. അടുത്ത ആഴ്ച ബെഞ്ചിരിപ്പം വെച്ചേക്ക. അതെ. ഈ ഒരു ഡേറ്റ് കഴിഞ്ഞാൽ പിന്നെ അടുത്ത കാലത്തേക്ക് മെത്രാൻ വെച്ചാന് വേറെ ഡേറ്റ് ഇല്ല. ഇല്ലയോ ചേ? അതെ അതന്നെ. അല്ല അത് ദത്ത, ഇവരെ ആ മുറി കാണിച്ചു കൊടുക്കൂ. നല്ല മുത്തശ്ശി. ഞാൻ അപ്പോഴേക്കും കുടിക്കാൻ എന്തെങ്കിലും എടുക്കാം. അയ്യോ വേണ്ട, ഞങ്ങൾക്ക് ഇപ്പൊ ഒന്നും വേണ്ട മുത്തശ്ശി. ആ പുസ്തകങ്ങൾ മാത്രം കിട്ടിയാൽ മതി. അത് അയ്യോ വിഷമിക്കൊന്നും വേണ്ട. ചായയും കാപ്പിയും കുടിക്കാനൊക്കെ ഞങ്ങൾ വേറെ ദിവസം കൂടെ വരാം. അല്ലേ ചായ? പിന്നെ അല്ലാതെ. ആ എന്നാ നിങ്ങൾ വാ. എന്നാ മുത്തശ്ശി, അവൻ ഡൽഹിക്ക് പോയെന്ന് എന്തിനാ അവരോട് കളവ് പറഞ്ഞു? പിന്നെ ഞാനെന്ത് പറയണം? അവനെ കാണാതെ പോയെന്നോ? ആർക്കറിയാം ഈ വന്നവന്മാരൊക്കെ ആരാണെന്ന്, അവരുടെ ലക്ഷ്യം എന്താന്ന്? അങ്ങനെ ഒരു സംശയം ഉണ്ടെങ്കിൽ പിന്നെന്തിനാ അവരെ വിളിച്ച് അകത്ത് കയറ്റിയേ? എന്റെ ചെക്കനെ പറ്റി അവർക്ക് എന്തെങ്കിലും അറിയുമോന്നറിയാനാ. അവരുടെ നാവിന്ന് എന്തെങ്കിലും അബദ്ധം വീഴുമോന്നറിയാൻ. എന്തായാലും അടിച്ചിറക്കി വിടുന്നതിനേക്കാൾ നല്ലത് സ്വീകരിക്കുന്നതല്ലേ. അച്ഛാ ഈ ബുക്കിലാന്ന്. ഏയ് ഇതല്ല. ഇതല്ല അല്ലേ? എങ്കിൽ പിന്നെ അപ്പൊ പിന്നെ ഇതാന്നോ? ഏയ് ഇതുമല്ല കേട്ടോ. ഇതുമല്ല അല്ലേ? മനസ്സിലെ കൊണ്ട് വെച്ചേക്കാം. അയ്യോ